നടക്കുന്നത് വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എങ്ങനെയാണ് ഹിപ്സ്റ്റർ ഗെയിമിൻ്റെ ഇൻട്രോ ഉണ്ടാക്കാൻ നോക്കാൻ ആദ്യം നിങ്ങൾ കൈൻമാസ്റ്റർ എടുക്കുക, ക്രിയേറ്റ് ന്യൂ. പിന്നെ ഇതിൻ്റെ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ക്രോമിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള സുഖമായിട്ട്. പക്ഷെ നിങ്ങൾ ആ ടെംപ്ലേറ്റ് ഈ കൈൻമാസ്റ്ററിലേക്ക് ആഡ് ചെയ്യുക. പക്ഷെ ബാക്ക് അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രീൻ തണ്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ കളർ ചൂസ് ചെയ്യുക. പിന്നെ ഇതിന് കറക്റ്റ് ഒരു സെക്കൻഡ് മുമ്പ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു ലെയർ ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾ ലോഗോ ആഡ് ചെയ്യുക. ലോഗോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പാടില്ല. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തീർന്നു. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സുഖമായിട്ട് റിമൂവ് ചെയ്യാനുള്ളൂ. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ കറക്റ്റ് ഫസ്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആ തണ്ടറിൻ്റെ കൂടെ തന്നെ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് ആ തണ്ടറിൻ്റെ കൂടെ ആയിട്ടുണ്ട് അത്. പിന്നെ ചിലവരുടെ ഇത് ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ചിലവരുടെ ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റ് ആകും. ജസ്റ്റ് ഇങ്ങനെ കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ വീണ്ടും കുറച്ചും കൂടെ ആ തണ്ടറിൻ്റെ കൂടെ തന്നെ റൊട്ടേറ്റ് ആക്കി വയ്ക്കുക. എന്ന് വെച്ചാൽ ഓക്കെ കൊടുത്തിട്ട് വീണ്ടും നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കണം. എപ്പോഴും ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ കറക്റ്റ് ആയില്ല എന്ന് വരും. അതിനുശേഷം കറക്റ്റ് ഇവിടെ ചെന്നിട്ട് വീണ്ടും നിങ്ങളൊരു കീ ഫ്രെയിം അതിൻ്റെ ഒരു സെക്കൻഡ് കഴിഞ്ഞ് ആഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടെ റൊട്ടേറ്റ് ആക്കി വയ്ക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. വീണ്ടും ബ്ലെയിമാണ് കറക്റ്റ് അതിൻ്റെ കൂടെ തന്നെ റൊട്ടേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ലോഗോ സ്ട്രെയിറ്റ് ആക്കി വെക്കണം. ഓക്കെ, സ്ട്രെയിറ്റ് ആക്കുന്ന വീണ്ടും കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നുവെച്ചാൽ ഇത് നേരെ ആക്കി വയ്ക്കുക. ഓക്കെ, വീണ്ടും നിങ്ങൾ പ്ലേ ചെയ്യുക. കണ്ടോ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ആയി കിട്ടണതാണ്. എന്നുവെച്ചാൽ നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴെ പോകുമ്പോൾ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടിക്ക് അടിക്കുക. അതിനുശേഷം ഇപ്പം നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ കറക്റ്റ് ആ തണ്ടർ ആ ലോഗോൻ്റെ അകത്തേക്കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കുക കണ്ടോ, കറക്റ്റ് തണ്ടർ ലോഗോൻ്റെ അകത്തേക്കൂടെ തന്നെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ ഇൻട്രോയൊക്കെ ഞാൻ PC യിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ആ ലാഗൊന്നും ഇല്ലാത്തത്. പിന്നെ നിങ്ങൾ മാക്സിമം കപ്പാസിറ്റിയിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ.